എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഇത്. കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ഷീവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു അത്രയും. ഹായ് ഗൈസ്, നമസ്കാരം. അങ്ങനെ ഒരാഴ്ചത്തെ ബിഗ് ബോസ് യുദ്ധത്തിന് ശേഷം ലാലേട്ടന്റെ എപ്പിസോഡ് ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഫോണിൽ ഇങ്ങനെ നോക്കുക, ടൈം ആയോ 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 എന്നൊന്ന് നോക്കി 9 മണിയായപ്പോൾ ഓടിച്ചാടി ടി വിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് കണ്ട ഒരു എപ്പിസോഡാണ് ഇന്നലത്തെ. ഇത്ര എക്സൈറ്റ്മെന്റിൽ കണ്ട ഒരു എപ്പിസോഡ്. കാരണം കഴിഞ്ഞൊരു 1 വീക്ക് ബിഗ് ബോസിൽ എന്താ നടന്നേ എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മളുടെ സൈഡിൽ നിന്ന് ഇത്രയൊക്കെ ഒരു സാധനം വന്നെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് ടീമിൻ്റെ സൈഡിൽ നിന്ന് വരിക എന്നുള്ളത് കാണാൻ. ലാലേട്ടൻ മാത്രമല്ല, ടീമിൻ്റെ സൈഡിൽ നിന്ന്. കാരണം ടീമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. പക്ഷേ ആനയെ പ്രതീക്ഷിച്ചിരുന്നവൾ എലി കണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ലാലേട്ടൻ വന്നു, ചോദിച്ചു, സംസാരിച്ചു, ഡിസ്കഷൻ ഉണ്ടായി. പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി എപ്പിസോഡിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ സേ നോ. ഒരു ന്യൂട്രൽ സാധനം. ഈ ദേഷ്യം പിടിച്ചവർക്ക് തോന്നും നമ്മുടെ കൂടെയാണ്, എന്നാൽ ബാക്കിയുള്ളവർക്ക് തോന്നും അവരുടെ കൂടെയാണ്. ഒരു മിതമായ ഒരു സാധനം. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡിനെ കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട. നമുക്ക് വീഡിയോ അങ്ങ് തുടങ്ങാം. വന്ന് കയറിയ പാട് തന്നെ ഒരു ഇൻട്രോയും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ലാലേട്ടൻ നേരെ നെവിനെ എണീച്ച് നിർത്തി ചോദ്യം ചോദിക്കുകയാണ്, എന്തുവാ നെവിൻ്റെ പ്രശ്നമെന്ന്. പിന്നെ ഉണ്ടായിരുന്ന ഒരു 2-3 എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് നെവിൻ അനു വിഷയവും നെവിൻ ഷാനവാസ് വിഷയവുമാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പം നെവിൻ അനു വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നെവിനും അനുവും തമ്മിൽ പേഴ്സണൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നെവിൻ ഓൾവേസ് അനുവിനെ ചൊറിയും. അനുവിൻ്റെ വായയിൽ നിന്ന് വരുന്ന വർത്താനവും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. കാരണം അന്ന് അവർ കുരയ്ക്കാൻ അങ്ങനത്തെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അനുവിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് നെവിൻ അനുവിൻ്റെ മേത്തൊന്ന് വെള്ളം തളിച്ചതിന് അനു ഒരു കുപ്പി വെള്ളം നെവിൻ്റെ മേത്തൊഴിച്ചതിന് നെവിൻ ഒരു പാട്ട വെള്ളം ഒഴിച്ചു. അപ്പോൾ ഒരു 70% നെവിൻ്റെ സൈഡിലാണ് തെറ്റെങ്കിൽ ബാക്കി ഒരു 30% അനുവിൻ്റെ സൈഡിൽ തെറ്റുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ആ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ ലാലേട്ടൻ മുന്നോട്ട് കൊണ്ടുപോയത്. അനുവിൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉള്ള രീതിയിൽ അനുവിനെയും ചെറുതായിട്ട് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഷാനവാസിൻ്റെ ടോപ്പിക്ക് ഫ്രണ്ടോട്ട് വന്നത്. അപ്പം അതിൽ മെയിനായിട്ട് ലാലേട്ടൻ പറഞ്ഞ് ഞാനും ശ്രദ്ധിച്ച ഒരു കാര്യം നമുക്കിപ്പോൾ കേൾക്കാം. സമയം കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ആ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയെന്നറിയാം. പറയൂ. എത്ര? 8 മിനിറ്റ് 9 മിനിറ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് ആദ്യമല്ലേ ചെയ്യുന്നത്? അതിൻ്റെ ഇടയിൽ വഴക്ക്, അതിൻ്റെ ഇടയിൽ ഒരാളെ പിടിച്ചു, ഒരാളെ അടിക്കുന്നു. ഇതാണോ വേണ്ടത്? 4 പ്രാവശ്യം ബിഗ് ബോസ് പറയാണ് അദ്ദേഹത്തെ കൺഫെഷൻ റൂമിൽ കൊണ്ടുവരാൻ. അപ്പൊ അതുപോലും വിട്ടിട്ട് വീണ്ടും നിങ്ങൾ വഴക്കിലേക്കാണ് പോകുന്നത്. ലാലേട്ടൻ ചോദിച്ച ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് കണ്ട സമയത്ത് എൻ്റെ മൈൻഡിലും പോയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഈ എപ്പിസോഡ്സ് കാണിക്കുമ്പം ഇവർ ഈ പല കട്ടും കോപ്പിയും അല്ലെ ഇങ്ങനെ പലതരത്തിലാണല്ലോ ഈ സാധനം കാണിക്കുന്നത്. അപ്പം ഞാൻ കരുതി ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം ഞാൻ സംസാരിക്കണമെന്ന്. കാരണം ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി വീണ് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഇവർ ഷാനവാസിനെ അതിനുള്ളിലോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് മെയിനായിട്ട് 2 ഫൈറ്റ് നടന്നിട്ടുണ്ട്. അനു ആര്യൻ ഫൈറ്റും ആദില നൂറ വേഴ്സസ് അക്ബർ ഫൈറ്റും. അപ്പം ആ വ്യക്തി ആ വയ്യാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന സമയം വരെ ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും അവിടെ ഉണ്ടായിരുന്ന ഈ തല്ലുപിടിക്ക് കൊടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി ആ മൊമെൻറ്റേ ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ആ വ്യക്തിയോട് കാണിച്ച ഒരു കെയറും ആ വ്യക്തിയോട് കാണിച്ച ഒരു കൺസേണും ആ വ്യക്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തൊരു എഫേർട്ടും അതിനുശേഷം ആ വ്യക്തിനെ കുറിച്ച് ചോദിക്കുന്ന അപ്ഡേറ്റും കണ്ട സമയത്താണ് ഞാൻ അങ്ങനെ ആ സാധനം വിട്ടത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഈ ഒരു സാധനത്തിൽ കൂടെ എനിക്ക് ഓവറോൾ ബിഗ് ബോസിലോ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹെൽത്ത് വീക്കായി കിടക്കുന്ന വ്യക്തിയെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കൺസേൺ അതോറിറ്റിയിലോ എത്തിക്കുന്നതിന് നിങ്ങൾ പ്രയർ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അതിന് ശേഷം മാത്രം ഫൈറ്റിലോട്ട് പോവുക. അവിടെ ഫൈറ്റിലോട്ട് പോകാണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ വീഴുമ്പം ആര്യൻ ചിരിച്ച് അട്ടഹസിച്ചു. അതിൻ്റെ തീർന്നു, പുറത്തോട്ട് വരിക, ആ ചിരി അങ്ങ് തീർന്നു. ആര്യൻ അങ്ങ് ചിരിച്ച് അട്ടഹസിച്ച് അവിടെ നിൽക്കുന്ന ഒരു സാധനം കാണാൻ പറ്റും.
രണ്ടാമത്തെ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ അക്ബർ അവിടെ കിടന്നിട്ട് അഭിനയ എന്ന് പറയുന്നുണ്ട്. നെവിൻ കോമരം തുള്ളിയ പോലെ പ്രാന്തളകി അവിടെ നടക്കുന്നുണ്ട്. ഈ 3 കാറ്റഗറി ഓഫ് ആൾക്കാരിൽ ഈ ചിരിച്ചവനും അഭിനയ എന്ന് പറഞ്ഞ ആള് അത്രയും നേരം അഭിനയം എന്ന് പറഞ്ഞ് മാറി നിന്ന് അടുത്തൊരു മൊമെന്റ് വന്ന് അയ്യോ രക്ഷിക്കാം എന്ന് പറഞ്ഞ് എടുത്തു പൊക്കാൻ നോക്കുമ്പം അത് മാലാഖേനെ പോലെ കാണാൻ പറ്റില്ല. അപ്പം ഞാനാണ് സീരിയസ്ലി ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്നെങ്കിൽ ഈ അക്ബറോ അല്ലെങ്കിൽ ഈ ആര്യനോ എന്ന് പറയുന്ന വ്യക്തി രക്ഷിക്കാൻ വന്നാൽ ഞാനും സമ്മതിക്കില്ല. സീരിയസ്ലി ഞാൻ സമ്മതിക്കില്ല. കാരണം ഒരാൾ വീണ് കിടക്കുക, ആ വ്യക്തിയുടെ പാസ്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ അറിഞ്ഞിട്ട് അത് അവൻ്റെ ഡ്രാമയാ പുതിയ ഡ്രാമ എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന ഒരുത്തൻ അല്ലെങ്കിൽ പറയുന്ന ഒരുത്തനെ സഹായിക്കാൻ നിർത്തേണ്ട ആവശ്യം നമുക്കില്ല. അപ്പം അതിൽ എനിക്ക് പേഴ്സണലി ഒരു മിസ്റ്റേക്കും തോന്നുന്നില്ല. പിന്നെ ഇവർ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഷാനവാസ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്നെ കൊണ്ട് വയ്യ എന്നുള്ള കാര്യം. കാരണം അനീഷ് തന്നെ പറയുന്നുണ്ട്. അനീഷ് എത്രയോ തവണ ഷാനവാസിൻ്റെ അടുത്ത് എണീക്കാൻ പറയുമ്പോഴും ഷാനവാസ് എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് തിങ്, ഒരു ആൺകുട്ടീനെ 2 പെൺകുട്ടികൾ നോക്കി എടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അനു ആണെങ്കിലും ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും ചെറിയ പെൺകുട്ടികളാണ്. ഷാനവാസ് നല്ല ഹൈറ്റും ഇതുള്ള ഒരു പെർട്ടിക്കുലർ വ്യക്തി തന്നെയാണ്. പിന്നെ കുഴഞ്ഞു പോകുമ്പോൾ ബോഡി വെയിറ്റ് ഓഫ് കോഴ്സ് കൂടും. അപ്പം ഇതൊക്കെ റീസൺ കൊണ്ടാണ്. ബട്ട് ഐ ബിലീവ് ഷാനവാസിനൊന്നും പറ്റാണ്ട് പക്ഷെ ലാലേട്ടൻ അത് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ഷാനവാസിൻ്റെ കറണ്ട് അപ്ഡേറ്റ്, ഷാനവാസ് എങ്ങനെ ഇരിക്കുന്നു എന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം അതാ പറയുന്നത്, ഒരാൾ ഓപ്പോസിറ്റ് വീണ് കിടക്കുമ്പം അത് അഭിനയം എന്ന് പറയുന്നതിന് മുമ്പ്, വാക്കുകൾ ഇടുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക. അതിന് ശേഷം മാത്രം ഈ വായനങ്ങ് ഇടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതിന് ഇമ്പാക്റ്റ് വളരെ ഇതാണ്. ഇനി ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളാ കാണിച്ച ആക്ഷൻ ഒരാൾക്കും വെളുത്ത് തോന്നൂല. ആത്മാർത്ഥമായി ചോദിച്ചോ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരിക്കലും തോന്നില്ല. എന്താണ് ഇത്ര അഗ്രസീവായിട്ട് പെരുമാറാൻ നെവിൻ കാരണം? അങ്ങനല്ല, എനിക്ക് ഈ ഇന്റൻഷനലി അല്ലാതെ പിന്നെ എങ്ങനെ ചെയ്ത വേറെ ആര് പറഞ്ഞിട്ട് ചെയ്താണോ? ഇല്ല, എനിക്കറിയില്ല. ഷാനവാസ് എപ്പോഴും എൻ്റെ ഇതിൽ മാത്രമാണ് ലൈക്ക് എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് എതിരെയാണ് വരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അഗ്രസീവ് എന്ന് പറയുന്ന ഒരു വേർഡ് ലാലേട്ടൻ യൂസ് ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ എപ്പിസോഡ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളുടെ സ്വന്തം നെവിൻ ചേട്ടൻ വളരെ അഗ്രസീവായിരുന്നു. പുള്ളിക്കൊരു പോസിറ്റീവായിട്ട് ഒരാളോട് മിണ്ടാനോ പോസിറ്റീവായിട്ട് ഒരാളോട് ഡീൽ ചെയ്യാനോ അറിയില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഇന്നലത്തെ എപ്പിസോഡ് കൂടെ എനിക്ക് മനസ്സിലായത് നെവിൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ്. നെവിൻ ഈ അനുമോളോടുള്ള ദേഷ്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി നെവിനെ ലിസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഇതിൻ്റെ റിഫ്ലക്ഷൻ ലാലേട്ടൻ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സാബു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് സാബു ഒരു തവണ നെവിനെ ഈ എവിക്ഷൻ ലിസ്റ്റിലോട്ട് കൊടുത്തതിന് സാബുവിനോടും ഇത് കാണിക്കുന്നത്. അപ്പം നെവിൻ എല്ലാവരും ഇങ്ങനെ പുന്നാരിച്ച് സോപ്പ് ഇട്ടിട്ട് അയ്യുടെ മോന് തകടുവാവെ ചക്കരമുത്തേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ നെവിൻ ഹാപ്പിയാണ്. നെവിൻ എഗെയിൻസ്റ്റ് ഏതെങ്കിലും വ്യക്തി നിന്നാൽ നെവിൻ കാണിക്കും. പിന്നെ ഷാനവാസ് നെവിൻ്റെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. നെവിനെ പോലെ ഇങ്ങനെ ഈ ആക്രാന്തം പിടിച്ച് ഭക്ഷണം മോഷ്ടിച്ച് തിന്നുന്ന ഒരാൾ വേറെ ഇല്ല. നെവിൻ എന്തെങ്കിലും അടിച്ച് മാറ്റി കംപ്ലൈൻ്റെ ഉള്ളിലോ തലാണേൻ്റെ ഉള്ളിലോ ഒക്കെ പോയി സ്വയം ഇരുന്ന് തിന്നുക, ഈ ഭക്ഷണം തിന്നാൻ വേണ്ടി ബിഗ് ബോസിൽ വന്ന ഒരാളെ പോലെ തോന്നുക. എനിക്ക് ഇന്നേ വരെ ബിഗ് ബോസ് ഇത്രത്തോളം ദാരിദ്ര്യം പിടിച്ചൊരു ഫുഡ് സ്ഥലമാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ റേഷൻസും കിട്ടുന്നുണ്ട്. കയ്യാങ്ങളിലോട്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോയ സമയത്താണ് ഇവൻ അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഡ്രാമ എന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം ഈ ബോട്ടിൽ എറിഞ്ഞ സമയത്ത് അതൊരു ഫുൾ ഫോഴ്സിലല്ല പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു ഫെദർ ടച്ച് പോലെയാണ്. അപ്പോൾ ഫിസിക്കൽ അസോൾട്ട് പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നത് ആള് വീഴുന്നതും ആ രണ്ടും ഒരേ സമയത്തായപ്പോൾ നമുക്കത് ഡ്രാമയായിട്ട് തോന്നി. ഒരാൾ വീണ് കിടക്കുമ്പം അത് ഡ്രാമയായി തോന്നി. അക്ബറിന്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാണ് വീണ് കിടക്കുന്നതെങ്കിൽ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് അക്ബർ മാറി നിൽക്കുമോ? അക്ബറിന് ആ നേരത്തെ ഒരു അഭിനയം വർത്താനം ഇവിടുന്ന് അങ്ങോട്ടും ഇല്ലാത്തലും ഇങ്ങോട്ടും ഇല്ലാത്തലും അവിടെ വന്നിരിക്കലും അത്രയും നേരം ഒരു മനുഷ്യൻ വീഴുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ?
അതാ പറയുന്നതെടോ, കുറച്ചൊക്കെ മനുഷ്യപ്പെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഇവിടെ ഷാനവാസ് ശരിയാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഷാനവാസും തിരിച്ച് നെവിനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഹ്യൂമൻ വാല്യൂ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ സീസണിലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഇല്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലാലേട്ടനോടാണെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഇല്ല. പക്ഷെ ഡ്രാമ അല്ലാന്ന് തോന്നിയ സമയം മുതൽ നമ്മൾ ആളെ എങ്ങനെയെങ്കിലും കൺഫെഷൻ റൂമിൽ എത്തിക്കുക, ആളുടെ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു ഗെയിമിന്റെ എനിക്ക് വയ്യ കൈസ് കേൾക്കാൻ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒഴിവാക്കുകയാണ് ഇവൻ്റെയൊക്കെ ന്യായീകരണം. ഭയക്കൊഴിഞ്ഞിട്ട് വേണ്ടേ അല്ലേ അങ്ങോട്ട് കൊണ്ടുപോയി? അതെ, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഇത്. കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ഷീവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു അത്രയും തീവ്രത എനിക്ക് നന്നായിട്ട് പറയണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഷാനവാസ് പ്ലീസ് എനിക്ക്, ഷാനവാസ് നമുക്ക് കൺഫെഷൻ റൂമിലേക്ക് പോവാമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവര് പരസ്പരം ഇങ്ങനെ വഴക്ക് കൂടുന്നു, ചിലരിങ്ങനെ ഡ്രാമയാണെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ഷാനവാസിനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കായിരുന്നു. ഷാനവാസ് എണീക്ക്. ഷാനവാസ് കുഴഞ്ഞ് ഒരാളിങ്ങനെ വീണ് എടുക്കുമ്പോ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്. നമുക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഷാനവാസിനോട് പറയുന്നുണ്ട്, ഷാനവാസ് എണീക്ക്. അപ്പൊ ഷാനവാസ് വെള്ളം ചോദിക്കുന്നു, അങ്ങനെ കെടുക്കണമെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം എന്തോ ഒരു പ്രശ്നം ഷാനവാസിനുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയം ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഷാനവാസിനെ നിർബന്ധപൂർവം എന്തൊക്കെയായിരുന്നു. അനീഷിനില്ലാത്ത കുറ്റങ്ങളില്ല. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കേൾക്കാത്ത തെറിവിളില്ല. എന്തൊക്കെയാ കമൻറ്റ് വരുന്നത്, എന്തൊക്കെ കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ, അനീഷ് എന്ന് പറയുന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ക്വാളിറ്റി കൊണ്ടാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പം എങ്ങനെയെങ്കിലും ഷാനവാസിനെ അവിടുന്ന് ആ റൂമിലോട്ട് എത്തിക്കുക എന്നൊരു എയിമേ ഉണ്ടായിരുന്നല്ലോ. അവിടെ തല്ലുണ്ടാക്കാനും കച്ചട, കാരണം പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ആ മനുഷ്യനുണ്ട്. മര്യാദയ്ക്ക് സംസാരിക്കാൻ ആ മനുഷ്യനറിയാം. സാഹചര്യങ്ങൾ അനുസരിച്ച് നിൽക്കാൻ ആ മനുഷ്യനറിയാം. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരാൾ വീണ് കിടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആര്യനെ സപ്പോർട്ട് ചെയ്യണോ? ഒരാൾ വീണ് കിടക്കുമ്പോൾ അത് ഡ്രാമയാണെന്ന് പറയുന്ന അക്ബറിനെ സപ്പോർട്ട് ചെയ്യണോ? ഒരാൾ വീണ് കിടക്കുന്ന സമയം അത് വെറും ഇതാണ് എന്ന് പറഞ്ഞാൽ മതം ഇളകി നിൽക്കുന്ന നെവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ? അവിടെയൊക്കെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിൽ വരുന്ന ഒരു സാധനമാണ് കെയർ, പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി, പേഷ്യൻസ്, ലവ്, എഫെക്ഷൻ. ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യനല്ലടോ. ഈ കാറ്റഗറിയുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് മനുഷ്യനായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഈ അഹങ്കാരം, ബാക്കിയുള്ളവരെ മുഴുവൻ അടിച്ചമർത്തുക, ഉള്ളിക്കൂടുള്ള കളികൾ, മാറ്റി നിർത്തിയുള്ള തുന്നൽ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ, ഇതിനൊക്കെ ഒരു ഹ്യൂമൻ മനുഷ്യനായിട്ടും അല്ല ഇവരെയൊക്കെ എങ്ങനെയാണ് മനുഷ്യനായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളൊരു സാധനം ഞാനിതിൽ ഷെയർ ചെയ്യാം. അക്ബറിൻ്റെ കൂടെ ആര് ക്ലോസ് ആയി നിൽക്കുന്നു അവൻ എലിമിനേറ്റഡ് ആവും. സീരിയസ്ലി. അപ്പാനി നിന്നു, അപ്പാനി പോയി. ബാക്കി എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർ നിങ്ങൾ നോക്കിയോ, അക്ബറിൻ്റെ ഗ്രൂപ്പിസം ടീമുകളാണ് ഈ എലിമിനേറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. അക്ബർ പോകുന്നില്ല. ഇപ്പോൾ അത് ആര്യൻ ഡിസേർവിങ് കണ്ടസ്റ്റൻ്റ് ആണ്, ബട്ട് ഈസ് ഗെറ്റിംഗ് എലിമിനേറ്റഡ് എന്നാണ് ഈ ഷോയിൽ അയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെ ഒരു പാവയാക്കി നിർത്തിക്കൊണ്ട് വളരെ ബാഡായിട്ടുള്ളൊരു ഇമേജ് പബ്ലിക്കിനോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ തുരുതുരാ എലിമിനേറ്റ് ആയി പോകുന്നത്. അതിൻ്റെയൊക്കെ ഒരു റിയൽ സാധനമൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. ഒരു ഡ്രാമ കഥ സൊല്ലട്ടുമാ. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ലാലേട്ടാ, ഈ ഇൻസിഡന്റ് നടന്ന ആ സമയത്ത് തന്നെ ഞാൻ ആക്ച്വലി ബിഗ് ബോസ് എനിക്ക് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാം. അന്നത്തെ ആ ദിവസം തന്നെ ഞാൻ എനിക്ക് എൻ്റെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ബിഗ് ബോസ് വിളിക്കുമ്പം ഇവിടെ നിന്ന് എവിക്റ്റായി പോവാൻ, അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ പാക്ഡ് ആയിരുന്നു. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തൊരു, ഞാൻ ഇൻറ്റൻഷനലി ചെയ്ത അല്ലെങ്കിൽ പോലും കാണുന്നവർക്ക് ഞാൻ കുറച്ച് അഗ്രസീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്ന് പോകാൻ വരെ ഞാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് മനസ്സിലാക്കി ഞാൻ പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെയല്ലടോ, സ്വയം ക്വിറ്റടിക്കണമായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ബിഗ് ബോസ് ഞാൻ ഈ ഷോ ക്വിറ്റടിക്കുകയാണ്, കാരണം എൻ്റെ കയ്യിൽ നിന്ന് വന്ന ആക്ഷൻ വളരെ മോശമാണ് എന്ന് പറയുന്നു. എന്ത് പറയാത്ത, ഇതൊരു അടുത്ത ഡ്രാമയല്ലേ. ഇത് കഴിഞ്ഞതിന് ശേഷം അക്ബറും അല്ലെങ്കിൽ ആര്യനുമായിട്ടുള്ള കോൺവെർസേഷനിൽ നെവിൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഐ എം കോൺഫിഡൻറ്റ് ഇനഫ്. ഇനി ബിഗ് ബോസിന് ഞാൻ പോകണമെന്നാണെങ്കിൽ ഞാൻ പോവാം, ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങിപ്പോവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ലാലേട്ടൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്തിനാ ഈ പുണ്യാളൻ്റെ വേഷം കെട്ടുന്നത്?
എടാ ഒരാളോട് ഒരു സോറി പറയുകയാണെങ്കിലും മനസ്സുകൊണ്ട് തോന്നി പറയണം. ആർക്കോ എന്തിനോ വേണ്ടി വൊമിറ്റ് ചെയ്തിടുന്നതാവരുത് സോറി. നമ്മളിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവണം, നമുക്കത് പറയണം തോന്നണം. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തുവാ കിട്ടാൻ പോകുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ ചോദിക്കാനുള്ളത്. സോ ഗൈസ്, ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. എന്തൊക്കെ നടക്കും, എന്തൊക്കെ കാണാം എന്നൊന്നും അറിയില്ല, ബട്ട് ലെറ്റ്സ് സീ.